കേരളത്തെ വൈജ്ഞാനിക സമൂഹമാക്കുന്നതിന് വലിയ പങ്കാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകുന്നത്. സർ, വിവിധ സർവകലാശാലകളിൽ നാക് ഉൾപ്പെടെയുള്ള റാങ്കിങ്ങുകളിൽ മികച്ച സ്ഥാനം നമ്മൾ നേടുകയാണ്. വിവിധ മത്സര പരീക്ഷകളിലെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു വരുന്ന വിദ്യാർത്ഥികൾ കേരളം വിടുന്നതായിട്ടുള്ള ഒരു അനുഭവം അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കേരളത്തിലെ വിദ്യാർത്ഥികൾ മാത്രമല്ല, ഇന്ത്യക്ക് പുറത്തുനിന്നും അതുപോലെ ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിക്കുന്നതിന് ഉതകുന്ന വിധത്തിലുള്ള പരിഷ്കാരങ്ങളാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കി വരുന്നത്. ഇന്റർനാഷണൽ കോമ്പാറ്റബിലിറ്റി ഉറപ്പാക്കുന്ന 4 വർഷ ബിരുദ പ്രോഗ്രാം ഡിസൈൻ ചെയ്തിട്ടുള്ളത് അതിനാനുപാതികമായ രീതിയിലാണ്. കഴിഞ്ഞ 4 വർഷക്കാലം കൊണ്ട് 6000 കോടി രൂപ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വിന്യസിച്ചുകൊണ്ട് ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മുടെ സർവകലാശാലകളിൽ ഉറപ്പാക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ലാബ് കോംപ്ലക്സുകൾ ഇന്ന് നമ്മുടെ കേരള സർവകലാശാലയിലും MG യൂണിവേഴ്സിറ്റിയിലും കുസാറ്റിലുമൊക്കെ ഉണ്ട് എന്നുള്ളത് നമുക്കേറെ അഭിമാനകരമായ കാര്യമാണ്. ഇന്നൊവേഷൻ, ഇൻക്യുബേഷൻ, സ്റ്റാർട്ടപ്പ് അന്തരീക്ഷം ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളിൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെയൊക്കെ ഭാഗമായി നമ്മുടെ കുട്ടികളെ മാത്രമല്ല, പുറത്തുനിന്നുള്ള വിദ്യാർത്ഥികളെ കൂടി കേരളത്തിലേക്ക് ആകർഷിച്ചുകൊണ്ട് ഹയർ എഡ്യൂക്കേഷൻ മേഖലയിൽ ഒരു ഇൻ്റർനാഷണൽ ഹബ്ബാക്കി നമ്മുടെ സംസ്ഥാനത്തെ മാറ്റുക എന്നുള്ളതാണ് ലക്ഷ്യം വയ്ക്കുന്നത്.